ഓച്ചിറ പോംസെ ജംഗ്ഷൻ ഒരുമ കാളകെട്ട് സമിതി നന്ദികേശ നിർമ്മാണം പുരോഗമിക്കുന്നു. വിപുലമായ അന്നദാനം ഉൾപ്പെടെ ഇവിടെ നടന്നുവരുന്നു. ഓച്ചിറ പോംസി ജംഗ്ഷൻ ഒരുമ കാളകെട്ട് സമിതിയുടെ നേതൃത്വത്തിലാണ് നന്ദികേശനെ അണിയിച്ചിരിക്കുന്നത്. ത്രിലോകാധിപതി എന്ന പേരിലാണ് കാളകെട്ട് സമിതിയുടെ നേതൃത്വത്തിൽ നന്ദികേശനെ നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. എല്ലാ ദിവസവും നന്ദികേശന് മുന്നിൽ കഞ്ഞിസദ്യ, നിറപറ സമർപ്പണം, ദീപാരാധന, ദീപകാശ എന്നിവ നടന്നു വരുന്നു. നന്ദികേശ സമിതി രൂപം കൊണ്ടിട്ട് ഏതാണ്ട് 10 വർഷം ആയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഈ ഒരുമ നന്ദികേശ സമിതി വെറും കാളകെട്ട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നല്ല രീതിയിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ ഈ സമിതി രൂപം കൊണ്ടിട്ട് ഈ ഇത്രയും നാളും നമ്മളടുത്ത് നമ്മുടെ ചുറ്റാവട്ടത്തുള്ള ഈ സമിതിയുടെ കൊറ്റമ്പള്ളി, കുറുങ്ങപ്പള്ളി, ചങ്ങംകുളങ്ങര എന്നീ സമീപ പ്രദേശത്തുള്ള നിരവധി ആൾക്കാർക്ക് നമ്മൾ ചികിത്സാ സഹായം ചെയ്തിട്ടുള്ളതാണ്. അതും വളരെ നല്ല രീതിയിൽ 5000 രൂപയിൽ കൂടുതലാണ് ഇതുവരെയും കൊടുത്തിട്ടുള്ളത്. ഇതേവരെ നമ്മളോട് ഈ ചികിത്സാ സഹായം ആവശ്യപ്പെട്ട ഒരു വ്യക്തിക്ക് ഞങ്ങൾ ഇതേവരെ കൊടുക്കാതിരുന്നിട്ടില്ല. അത് ഈ ചികിത്സാ സഹായം കൊടുക്കുന്നത് തന്നെ പരസ്യമായിട്ട് പൊതുവേദിയിൽ അവരെ നാണക്കെടുത്തുന്ന രീതിയിലല്ല കൊടുക്കുന്നത്. അവരെ കണ്ട് അവരെ നമുക്ക് ബോധ്യമാണെങ്കിൽ അവരുടെ വീട്ടിൽ പോയി അവരുടെ കയ്യിലേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ജീവകാരുണ്യ പ്രവർത്തനം എങ്ങനെ നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ 28ാം മഹോത്സവത്തോടനുബന്ധിച്ച് ഈ ഒരുമ നന്ദികേശ സന്നിധിയിൽ നിരവധി ആളുകൾ കഞ്ഞിയും അന്നദാനവും പുഴുക്കും ഈ പാരായണമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മിച്ചം പിടിച്ചു വെച്ച് ആ ഫണ്ടാണ് നമ്മൾ ഈ ചികിത്സാ സഹായത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രക്ഷാധികാരി രാജൻ പിള്ള, പ്രസിഡന്റ് ആനന്ദരാജ, വൈസ് പ്രസിഡന്റ് മുരളീധരൻ പിള്ള, സെക്രട്ടറി അരവിന്ദാക്ഷൻ, ട്രഷറർ വസന്തകുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായ സോമൻ പിള്ള, അപ്സര, ജലേന്ദ്രൻ, കൺവീനർമാരായ രഘു, സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നന്ദികേശ നിർമ്മാണം പുരോഗമിക്കുന്നത്. രാവിലെ പരിപാടി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പിന്നെ അന്നദാനം ഉണ്ടാവും. അതിനുശേഷം വൈകിട്ട് പുഴുക്ക് സദ്യ ഉണ്ടാവും. അതിനെല്ലാം ശേഷം വൈകിട്ട് ദീപാരാധന. അതിന് ഒരുപാട് ആളുകൾ പങ്കെടുക്കാറുണ്ട്. ദീപാരാധനയോടനുബന്ധിച്ച് പഞ്ചാമൃതം എന്നും തയ്യാറാക്കി ഭക്തജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അതിനുശേഷം എല്ലാ ദിവസവും ഈ പരിസരവാസികളുടെയും ദൂരെ ഉള്ള ചില ട്രൂപ്പുകളുടെയൊക്കെ തിരുവാതിര ഇവിടെ നടത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.